നമ്മുടെ അടിയിനത്തിൽ വാട്ടറിങ് ചെയ്യുമ്പോൾ വരുന്ന ചില മിസ്റ്റേക്ക് കൊണ്ട് പ്ലാന്റ് നശിച്ചു പോകാറുണ്ട്. ഓവർ വാട്ടറിങ് പോലെ തന്നെ പ്രശ്നമാണ് അണ്ടർ വാട്ടറിങ്ങും, അതായത് പ്ലാന്റിന് വെള്ളം കുറഞ്ഞു പോകുന്ന അവസ്ഥ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അടിയിനെയും വാട്ടറിങ് ചെയ്യുന്ന പ്രോപ്പറായ രീതി നമ്മൾ മനസ്സിലാക്കിയാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുകയോ ഒരുപാട് വെള്ളയേർപ്പം നിലനിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ റൂട്ട്സിന് ഓക്സിജൻ അബ്സോർവ് ചെയ്യാൻ പറ്റാതെയാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും വേരുകൾ നശിക്കുന്നത്. വേരുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കോഡക്സിനെ അഫക്റ്റ് ചെയ്യും. കോഡക്സ് ചീഞ്ഞു പോകാനൊക്കെ കാരണമാവും. വേരുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മണ്ണിൽ നിന്ന് വാട്ടർ ന്യൂട്രിയൻസ് ഒന്നും വലിച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഇലകൾ മഞ്ഞ നിറമാകുന്നു, കൊഴിഞ്ഞു പോകുന്നു. നല്ല ഡ്രെയിനേജുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കി കൊടുത്ത് ശരിയായ രീതിയിൽ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അടിയിനത്തിന് നമ്മൾ എപ്പോൾ വാട്ടറിങ് ചെയ്താലും ഡീപ്പ് വാട്ടറിങ് ആണ് ചെയ്യേണ്ടത്. അതായത് പോട്ടി മിക്സും വേരുകളും നല്ല രീതിയിൽ നനയുന്ന പോലെ തന്നെ വാട്ടറിങ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഹോൾസിൽ കൂടെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വാട്ടറിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഓരോ പ്രാവശ്യം വാട്ടറിങ് ചെയ്യുന്നതിന് മുമ്പായും പോട്ടി മിക്സ് ചെക്ക് ചെയ്ത് ഡ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടുത്ത പ്രാവശ്യം വാട്ടറിങ് ചെയ്യുക. ഇതേ രീതിയിൽ ഡീപ്പ് വാട്ടറിങ് ചെയ്യാതെ അടിയിനത്തിന് വെള്ളം കുറച്ച് മതി എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ പ്ലാന്റിൻ്റെ വളർച്ച മുരടിക്കും. പതിയെ പതിയെ അതിൻ്റെ വേരുകൾക്ക് വെള്ളം അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. വെള്ളം കുറഞ്ഞു പോയാൽ പ്ലാന്റിൻ്റെ കോഡക്സ് ചുങ്ങും, അതായത് ചെറുതായി വരും. അതുപോലെ തന്നെ ഇലകൾ ചുരുണ്ടു പോവുകയും മഞ്ഞ നിറമായി കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അവസാനം പ്ലാന്റ് തന്നെ നശിച്ചു പോകാൻ കാരണമാവും. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അടിയിനത്തിന് വാട്ടറിങ്ങിൻ്റെ കുറവുണ്ടെന്ന്. അത് മനസ്സിലാക്കി നമ്മൾ കെയർ ചെയ്യണം. പിന്നെ മഴക്കാലം തണുപ്പ് കാലമൊക്കെ അടിയിനത്തിൻ്റെ ഡോർമൻസി പീരീഡാണ്. പ്രത്യേകിച്ച് ഗ്രോത്ത് ഇല്ലാത്ത സമയത്ത് ഒരുപാട് വെള്ളത്തിനൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് 2-3 ആഴ്ച കൂടുമ്പോൾ മാത്രം വാട്ടറിങ് ചെയ്താൽ മതിയാവും. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കെയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അടിയിനത്തിനുണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം.